ദൈവവചനത്തിൽ നിന്ന് അല്പമായിട്ട് ചില കാര്യങ്ങളൊന്ന് ചിന്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു വേദഭാഗം, ഒത്തിരി പ്രാവശ്യം വായിച്ചതായിരിക്കാം. നമ്മൾ 2 വേദഭാഗങ്ങൾ വായിക്കാനായിട്ട് പോവുകയാണ്. ഒന്ന് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 22-ാമത്തെ അധ്യായം, അതിന്റെ 30-ാമത്തെ വാക്യം ഒരാള് വായിക്കണം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം, യിരെമ്യാവ് 5-ന്റെ ഏറ്റവും അവസാനത്തെ വാക്യം വായിച്ചാൽ. വായിച്ചു വായിച്ചു. ആണാലും ഒടുവിലെ എന്നെ ചെയ്തു. നമ്മൾ ആദ്യം വായിച്ചതായിട്ടുള്ള വേദഭാഗം പറയുന്നു, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താൻ. ആരെയും കണ്ടില്ല താൻ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം. ഇന്ന് നാം കേൾക്കുവാൻ പോകുന്ന വചനത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നെ യേശുപരാ. പ്രിയ കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ വീണ്ടും അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ വചനത്തിനായി സ്തോത്രം. ഞങ്ങള് ഇന്ന് ഈ സന്ധ്യയ്ക്കൽ അവിടുത്തെ പാദപീഠത്തിൽ വന്നിരുന്ന സമയം മുതൽ ഇതുവരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ അവിടുന്ന് ഞങ്ങൾക്കിടയാക്കിയതോർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, കൃപയുടെ തണലിൽ ഞങ്ങളെ ഇരുത്തണമേ. അനുഗ്രഹീതമായ സമയത്ത് ഞങ്ങൾക്ക് തരണമേ. അങ്ങയുടെ ഭൃത്യന്മാർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഒന്നുകൂടി അങ്ങയുടെ മക്കൾക്കായിട്ട് സ്തോത്രം, കൊച്ചു കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ അനുഗ്രഹീതരായി മടങ്ങിപ്പോകുവാൻ, പുതിയ കാഴ്ചപ്പാടോടെ മടങ്ങിപ്പോകുവാൻ, പുതിയ സമർപ്പണത്തോടെ മടങ്ങിപ്പോകുവാൻ, പുതിയ ബന്ധത്തോടെ മടങ്ങിപ്പോകുവാൻ, പുതിയ ഉടമ്പടിയോടെ മടങ്ങിപ്പോകുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണം. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ ഈ വായിച്ചതായിട്ടുള്ള ഭാഗം, ആ വാക്യം ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുള്ളവരായിരിക്കും നമ്മളെല്ലാം. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടണം. കാരണം അതിനുള്ളിലേക്ക് ശത്രു കടന്ന് പ്രവർത്തിക്കാതിരിക്കുവാൻ മതിൽ കെട്ടി, ചുറ്റും മതിൽ കെട്ടി എന്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു. അവസാനത്തെ ആ സെന്റൻസ്, അല്ലെങ്കിൽ ചെറിയ 2 വാക്കേ ഉള്ളൂ, അത് പറയുന്നത് വളരെ വളരെ മനോഭാരത്തോടെ ഉള്ള ദൈവത്തിന്റെ ഒരു കരച്ചിൽ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ദൈവത്തിന്റെ ദുഃഖപൂർണമായ ഒരു വാചകം എന്ന് പറയാം. അവിടെ പറയുകയാണ്, ആരെയും കണ്ടില്ല താൻ. ഒരു മനുഷ്യനെ പോലും ഞാൻ, എത്ര പേരെ ദൈവം അന്വേഷിച്ചത്?
മനസ്സിലായില്ല. ആ വാക്യത്തിൽ പറയുന്നത് എത്ര പേരെ ഞാൻ അന്വേഷിച്ചു? ഒരു പുരുഷനെ ഞാൻ, ഒത്തിരി പേരെ ഒന്നും അന്വേഷിച്ചില്ല, ഒരു ദേശത്തിന്റെ വിടുതലിനായി ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുവാൻ ഒരു പുരുഷനെ ഞാൻ അന്വേഷിച്ചു. ദൈവം ഒരു പുരുഷനെ അന്വേഷിച്ചപ്പോ എത്ര പേരെ കണ്ടെത്തി? ആരെയും കണ്ടില്ലതാണ്. ഇതിന്റെ യഥാർത്ഥ സാഹചര്യം, ദൈവം എപ്പോഴാണ്, എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? ഇങ്ങനെ ഒരു തീരുമാനത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ ദൈവം എങ്ങനെ എത്തിച്ചേർന്നു എന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അതിന്റെ 25 മുതൽ താഴേക്കുള്ള, 23 മുതൽ വായിച്ചാൽ കുഴപ്പമില്ല, 25 മുതൽ വായിച്ചാൽ 25-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അപ്പോ അവിടെ പറയുന്നു അതിലെ ദീർഘദർശികൾ അല്ലേ എന്തുണ്ടാക്കുന്നെന്നാ പറയുന്നത്? കട്ട. ഇവിടെ പറയുന്നു പ്രവാചകന്മാരുടെ, അതിന്റെ മധ്യത്തിൽ പ്രവാചകന്മാരുടെ ഒരു കൂട്ടുകെട്ടുണ്ട്. അതൊരു അല്പം കളിയാക്കൽ രീതിയിലാണ് പറയുന്നത്, സർക്കാസ്റ്റിക് എന്ന് വേണേ പറയും. ആ വാക്ക് അവിടെ പറയുന്നു അതിന്റെ നടുവിൽ, അതിലെ പ്രവാചകന്മാരുടെ ഒരു കൂട്ടുകെട്ടുണ്ട്. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദൈവത്തിങ്കിൽ നിന്ന് ദൂത് വാങ്ങി മനുഷ്യന്, ദൈവത്തിന്റെ ജനത്തിന് കൊടുക്കുന്ന പ്രത്യേക ദൗത്യമായിട്ട് ഈ ഭൂമിയിൽ ആക്കപ്പെട്ടവരാണ് ആര്? പ്രവാചകന്മാർ. അപ്പൊ ഇവിടെ പറയുകയാണ് അതിലെ പ്രവാചകന്മാരുടെ നടുവിൽ അവരുടെ ഒരു കൂട്ടുകെട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഒരുവൻ ഒരിടത്ത് ഒരു വിഷയം അറിഞ്ഞു, എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞു, ഒരു വീട്ടിലെ അല്ലെങ്കിൽ ഒരു നാട്ടിലെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിലെ കാര്യം അറിഞ്ഞു, അവൻ അവിടെ പോകാനായിട്ട് അല്പം പ്രയാസമാണ്. അവൻ അവിടെ ചെന്നാൽ ചിലപ്പോൾ പ്രശ്നമുണ്ടാകും, ചിലപ്പോൾ അടി വാങ്ങിക്കും. ഇന്നത്തെ പ്രവാചകന്മാരെയൊക്കെ നമുക്കറിയാം അല്ലേ? അതുപോലെ അന്നും ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. പ്രവാചകന്മാർ, കള്ളപ്രവാചകന്മാർ കൂട്ടുകെട്ടുണ്ടാക്കി അവരുടെ ഇടയിൽ തന്നെ ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു യൂണിയൻ ഉണ്ടാക്കിയിട്ട് ഒരാൾക്ക് പോകാനൊക്കാത്ത സ്ഥലത്തേക്ക് ഒരു കാര്യം പറഞ്ഞ് മറ്റൊരാളെ ആ യൂണിയനിൽ നിന്ന്, ആ കൂട്ടിൽ നിന്ന്, അവരുടെ കൂട്ടത്തിൽ നിന്ന് മറ്റൊരാളെ പറഞ്ഞയക്കുക, അവരെ കൊണ്ട് ആ വിഷയം അവിടെ പറയിക്കുക, ആ സമൂഹത്തിൽ അല്ലെങ്കിൽ ഭവനത്തിൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ അവർക്ക് നേടാനുള്ളത് നേടുക, അതായിരുന്നു ഈ പ്രവാചകന്മാരുടെ കൂട്ടുകെട്ടിന്റെ താല്പര്യം. അതാണ് ഇവിടെ പറയുന്നത്, അതിന്റെ നടുവിൽ അതിലെ പ്രവാചകന്മാരുടെ ഒരു കൂട്ടുകെട്ടുണ്ട്. എന്താണ് അവരുടെ പരിപാടി? അലറി അടുക്കുന്ന, ഇരകടിച്ചു കീറുന്ന സിംഹം പോലെ അവർ ദേഹികളെ വിഴുങ്ങിക്കളയും. ഒരിടത്ത് ചെന്നാൽ, ഒരു വീട്ടിൽ ചെന്നാൽ, ഒരു നാട്ടിൽ ചെന്നാൽ അവർ സിംഹമിൽ അലറി അടുക്കുന്നത് പോലെ ആ ദേശത്തെ മുഴുവനായിട്ട് വിഴുങ്ങിക്കളയും. ഇന്ന് നമ്മൾ പലപ്പോഴും ഈ യൂട്യൂബിലും അല്ലാതെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ കാണുന്ന കാര്യങ്ങൾ എന്താ? ദൈവദാസന്മാർ, ശുശ്രൂഷക്കാർ ഇതുപോലെയുള്ള പ്രവാചകന്മാരെന്ന് നടിച്ച് അവർ പല ഭവനങ്ങളിൽ കയറി ഭവനത്തിലെ സമാധാന അന്തരീക്ഷം ഇല്ലാതെ ആക്കുന്ന നാളുകളായി നാളുകൾ. അതുപോലെ ഒരു നാളിന്റെ കാര്യമാണ് ആ കാലത്തെ കുറിച്ച് ഇവിടെ പറയുന്നത്. ദൈവം ദേശത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഈ ദേശത്തെ നശിപ്പിക്കാതിരിക്കുവാൻ, ഈ ദേശത്തിനു വേണ്ടി എന്റെ സന്നിധിയിൽ ഇടിവിൽ നിൽക്കുവാൻ, മധ്യസ്ഥനായിട്ട് നിൽക്കുവാൻ, ഈ ദേശത്തിനു വേണ്ടി കരയുവാൻ ഒരാളെ ഞാൻ അന്വേഷിച്ചു. ആരെയും? ഇന്ന് സഭകളുടെ
കാര്യം നോക്കിയാലും അങ്ങനെയാണ്. സഭകളെ നോക്കിക്കേ. ഇപ്പോ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞു ആംഗ്ലിക്കൻ ചർച്ച് എന്ന് പറഞ്ഞു. ഞാനിപ്പോ ആംഗ്ലിക്കനിലെ ഒരു അച്ഛനായതുകൊണ്ട് ഞാൻ അതിനെ എടുത്തു പറയുകയല്ല. എന്നാൽ നമ്മളതൊന്ന് ഓർക്കുന്നതും നല്ലതാണ്. നമ്മുടെ രാജ്യം ഭാരതം, പ്രത്യേകിച്ച് തെക്കേ അറ്റം, തെക്കൻ ഭാരതം, പ്രത്യേകിച്ച് വടക്കും ഉണ്ടായിരുന്നു, കൽക്കട്ട മുതൽ ഇങ്ങോട്ടുണ്ടായിരുന്നു, മുംബൈയിലുണ്ടായിരുന്നു, പഞ്ചാബിലുണ്ടായിരുന്നു, ഡൽഹിയിലുണ്ടായിരുന്നു. എന്നാൽ അതിലൊക്കെ അധികമായി കൽക്കട്ടയിലും വെസ്റ്റ് ബംഗാളിലും ആന്ധ്രയിലും ഒറീസയിലും തമിഴ്നാട്ടിലും കർണാടകയിലും കേരളത്തിലും ദൈവവചനം എത്തിച്ചതായിട്ടുള്ള അനുഗ്രഹീതമായ ദാസന്മാരെ നമ്മൾ ഓർക്കണം. അവരെത്ര ദാഹത്തോടെയാണ് ഈ വചനവുമായിട്ട് വന്നതെന്നറിയാമോ? കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് 1500കളുടെ ആരംഭത്തിൽ ഹെൻറി എട്ടാമൻ എന്ന് പറയുന്ന രാജാവിന്റെ കാലത്താണ് ഒരു കൂട്ടം വിശ്വാസികൾ, ഇംഗ്ലണ്ടിലെ ഒരു കൂട്ടം വിശ്വാസികൾ, ആ രാജാവിന്റെ നേതൃത്വത്തിൽ പോപ്പിന്റെ അംഗീകാരം വേണ്ട, പോപ്പിന്റെ നേതൃത്വം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടുന്ന് മാറി ചർച്ച് ഓഫ് ഇൻഡിപെൻഡന്റ് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഒരു സഭ രൂപീകരിച്ചു. അങ്ങനെ രൂപീകരിച്ച് അത് പിൽക്കാലത്ത് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അതിന്റെ വിശ്വാസത്തിൽ കുറച്ചുകൂടെ ക്രമീകരണങ്ങൾ വരുത്തി. ചില ഭാഗങ്ങളൊന്നും ശരിയല്ല എന്ന് തോന്നി, അതിനെയൊക്കെ മാറ്റിയിട്ട് അത് കുറച്ചുകൂടെ നന്നായി, നല്ല വിശ്വാസമായിട്ട്, നല്ല വിശ്വാസ പ്രമാണങ്ങളായിട്ട് തീർക്കുവാനായിട്ട് അതിന്റെ നേതൃത്വം താല്പര്യപ്പെട്ടു. അങ്ങനെ ഓരോ പടി നന്നാക്കി വന്ന് ഇത് ആംഗ്ലിക്കൻ ചർച്ച്, ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് എന്നുള്ള പേരിലായി. ആംഗ്ലിക്കൻ ചർച്ച് രണ്ടും ഒന്ന് തന്നെയാണ്. ആംഗ്ലിക്കൻ ചർച്ചിന്റെ മിഷനറി വിഭാഗമായിരുന്നു ചർച്ച് മിഷനറി സൊസൈറ്റി. അന്ന് അറിഞ്ഞിരുന്നത് അങ്ങനെയാണ്, CMS. ആംഗ്ലിക്കൻ ചർച്ചിന്റെ മിഷനറി വിങ് ആയിരുന്നു. അതിൽ കൂടെയാണ് മിഷനറിമാരെല്ലാം ഭാരതത്തിലേക്ക് വന്നത്, കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും ഒക്കെ വന്നത്. അതേ സമയത്ത് ലണ്ടൻ മിഷണറി സൊസൈറ്റി ഉണ്ടായിരുന്നു, അതും അതുപോലെ ഒരു മിഷൻ സൊസൈറ്റി. ജർമ്മനിയിൽ നിന്നുള്ള ബാസൽ മിഷനിലെ മിഷണറിമാർ വടക്കൻ കേരളത്തിൽ ആ ഭാഗങ്ങളിൽ വന്നു. ഞാൻ പറഞ്ഞ ആ സമയത്ത് ഒരു മിഷനറി ഒരു കാഴ്ചപ്പാട് കൊണ്ട് നമ്മുടെ ദേശം അങ്ങ് നിറഞ്ഞു. അങ്ങനെ വളരെ ഭാരത്തോടെ, അത് എല്ലാ മേഖലയിലും സുവിശേഷം അറിയിക്കുന്നതിൽ മാത്രമല്ല, ദൈവവചനം ഈ ലോക്കൽ ലാംഗ്വേജുകളിലോട്ടൊക്കെ തർജ്ജിമ ചെയ്യാനും അക്ഷരങ്ങളും ഭാഷകളും ഒക്കെ നൽകിക്കൊടുക്കാനും വിദ്യാഭ്യാസം നൽകുവാനും മെഡിക്കൽ എയ്ഡ് കൊടുക്കുവാനും എവിടെയൊക്കെ സഹായിക്കാം, ഹൈജീനിക് ക്ലാസുകൾ നടത്തുവാൻ, എങ്ങനെ വേണം ഒരാൾ ജീവിക്കാൻ, ആരോഗ്യ പരിപാലനം എങ്ങനെയായിരിക്കണം എന്ന് മനസ്സിലാക്കാം. അച്ഛൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഒരു കൊച്ചു ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം, ഞാൻ വിഷയത്തിൽ മാറിപ്പോവുകയല്ല, നിങ്ങൾക്ക് എത്ര പേർക്കറിയാം തമിഴ്നാട്ടിൽ നടക്കുന്ന ഒരു പ്രത്യേക രീതിയാണ്, സമ്പ്രദായമാണ് തലൈക്കുത്ത് എന്ന് പറഞ്ഞാൽ. എന്താണെന്നറിയാം? തലൈക്കുത്ത്. നമ്മളൊക്കെ തമിഴ് സംസാരിക്കുന്നവരാണല്ലോ, അതോ നമ്മളത് അറിയണം? ഇന്ന് വരെ അറിയാവോ? ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇത് ചിരിക്കുക. ഞാൻ പറഞ്ഞ തലൈക്കുത്തെന്ന് പറഞ്ഞാല് ഞാനിതുപോലെ, എനിക്കറിയത്തില്ലായിരുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഞായറാഴ്ച മലയാള മനോരമ അറിയാമല്ലോ, പത്രം. ഞാൻ പള്ളിയിൽ പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ പത്രം വന്നു. ഞാൻ ആ പത്രം എടുത്ത് അകത്തോട്ടിട്ടിട്ട് ആ സപ്ലിമെന്റ്, സൺഡേ സപ്ലിമെന്റ്, ഒരു പ്രത്യേക ഒരു 2 ഷീറ്റ് കാണും. അത് ചുമ്മാതെ ഞാൻ എടുത്തിങ്ങനെ നോക്കി. പള്ളി പോകാൻ തുടങ്ങുകയാണ്, ബൈബിൾ എടുത്തിറങ്ങി. ചുമ്മാതെ ഇത് എടുത്ത് നോക്കി, അതിന്റെ തലക്കെട്ടിൽ ഇങ്ങനെ വളച്ചെഴുതി തലൈക്കുത്ത്. അപ്പൊ അതിന്റെ താഴെ കുറെ അമ്പലങ്ങള്, അതുപോലെയുള്ള കുറെ പടങ്ങള്, ഈ വലിയ വാളിയൊക്കെ ഇട്ട അമ്മമാരുണ്ടല്ലോ, ഈ സാരി താറ് പ്രാഞ്ചി. നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് തോന്നുന്നത്. ആ ഇരിപ്പും നോട്ടവും ഒക്കെ കണ്ടിട്ട് അയ്യോ ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല. അതുപോലുള്ള കുറെ അമ്മമാരുടെ പടം, കുറെ പശുക്കളും കാളകളും ഒക്കെ അവിടെ കിടക്കുന്നു. അതിന്റെ കൂടെ കിടക്കുന്ന വടിയൊക്കെ പിടിച്ച് കിടക്കുന്ന കുറെ പ്രായമുള്ള അപ്പന്മാരുടെ പടം, കുറെ പട്ടികളും
അങ്ങനെയുള്ള ജീവികളൊക്കെ അപ്പുറത്ത് കിടക്കും. ഞാൻ ഓർത്ത് ഇതെന്താ സംഗതി, അന്നേരം വായിക്കാൻ എനിക്ക് സമയമില്ല. അതവിടെ വെച്ചു. പള്ളിയിൽ പോയി ആരാധന കഴിഞ്ഞു. സാധാരണഗതിയിൽ ആരാധന കഴിഞ്ഞ ഒരു മണിക്കൂറെങ്കിലും ഞാൻ പള്ളിയും ആളുകളും സംസാരവും ഒക്കെ ആയിട്ട് അവിടെ നിൽക്കും. പക്ഷേ ആരാധന കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ അന്ന് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് ഓടി, ഇത് ഒന്നൊന്ന് വായിക്കാൻ, എന്താണെന്ന് അറിയാൻ. അപ്പൊ തിരിച്ചു വന്ന് വായിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ചിരിച്ചു, പക്ഷെ ഇച്ചിരി കഴിയുമ്പോൾ ചിരി പോകും. അന്നേരമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് എന്താണ് അമ്പരപ്പിച്ചൊരു കാര്യമാണ്. തമിഴ്നാട്ടിലെ ചില ഗ്രാമങ്ങളിൽ, എല്ലാ സ്ഥലത്തും അല്ല കേട്ടോ, ചില ഉൾഗ്രാമങ്ങളിൽ തങ്ങളുടെ അപ്പനും അമ്മയും ഒരു പ്രായമായി കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് ഇതുവരെ ഇച്ചിരിയൊക്കെ കിട്ടുമായിരുന്നു, ഇൻകം ഉണ്ടായിരുന്നു, ആദായം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള സമയം കഴിഞ്ഞു, ഇനിയൊന്നും കിട്ടാനില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ മക്കള് അവരെ തീർക്കും, കൊന്നുകളയും. ചിന്തിക്കാനൊക്കെ അതൊരു പ്രത്യേക രീതിയിലാണ്. അതിനുവേണ്ടി അവര് ആവർത്തിച്ച എണ്ണ മനസ്സിലായോ? ആവർത്തിച്ച എണ്ണ നേരത്തെ ഉണ്ടാക്കി വയ്ക്കും. ഒരു തട്ട്, ഇതിനെക്കാട്ടിൽ കുറച്ചുകൂടെ വലിയൊരു തട്ടുണ്ടാക്കും വീടിനോട് ചേർന്ന്. അതേൽ ഇവരെ ഇരുത്തും. അപ്പനാണേ അപ്പൻ, അമ്മയാണേൽ അമ്മ. എന്നാൽ ഇവര് ഇതിനുവേണ്ടി ഒരുങ്ങുന്നു. അടുത്തത് ഇവരാണ് വിക്ടിം എന്ന് ഈ അപ്പനോ അമ്മയ്ക്കോ മനസ്സിലാക്കി അവര് പോയി റോഡിൽ കിടന്നാൽ, റോഡിലും കിടക്കുകയെന്ന് വെച്ചോ, അല്ലെങ്കിൽ അമ്പലത്തിൽ അവിടെ പോയി കിടന്നെന്ന് വെച്ചോ, അവരെ പിന്നെ പിടിച്ചൊന്നും വരത്തില്ല, ഒന്നും ചെയ്യില്ല, അവർക്ക് അങ്ങനെ പോവാം. വീട്ടിലിരുന്നാൽ അവരെ ഈ തട്ടയിൽ ഇരുത്തും, ചമ്മണപ്പൂട്ടിട്ട് ഇരുത്തും. ഇരുത്തിയിട്ട് അത് ചെയ്യാനായിട്ട് നേരത്തെ അതിന് ട്രെയിനിങ് ഉള്ള ആളുകളുണ്ട്. അവർ വന്നിട്ട് ഈ ആവർത്തിച്ച എണ്ണ തലയിൽ ഇങ്ങനെ ഒഴിക്കും, ആയിരിക്കുന്ന ആളുടെ തലയിലോട്ട് ഒഴിക്കും. അതിങ്ങനെ ഒഴുകി വന്ന് ഒരു അതിനുവേണ്ടി നേരത്തെ കുഴി ക്രമീകരിച്ചിരിക്കും, അവിടോട്ട് വീഴും. വീണ്ടും അതിൽ നിന്ന് കോരി ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേയിരിക്കും. ഒരു സമയമുണ്ട്, അവർക്കറിയാം. അതിനുശേഷം അവിടെ ഈ ഒത്തിരി ഗ്രാമപ്രദേശമായതുകൊണ്ട് ഫ്രിഡ്ജോ അങ്ങനെയൊന്നും ഇല്ല. എന്നാൽ അവിടെ അവർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും തണുത്ത വെള്ളം, ഏറ്റവും തണുപ്പുള്ള, അവിടെ കിട്ടാവുന്നതിൽ തണുപ്പുള്ള വെള്ളം, അത് ഇവരുടെ തലയിൽ കൂടി ഇങ്ങനെ കുറെ സമയം ഒഴിക്കും. എന്തോ സംഭവിക്കും? എന്തോ സംഭവിക്കും ഞങ്ങൾക്കറിയാം അല്ലേ? കുറെ നേരം എണ്ണ ഒഴിച്ചു, പിന്നെ തണുത്ത വെള്ളം ഒഴിച്ചു, എന്തോ സംഭവിക്കും? സാധാരണഗതിയിൽ എന്തോ സംഭവിക്കും? പനി പിടിക്കും. അല്ലാതെ എന്തോ പനി പിടിച്ച് ചെറിയ, അവര് അവിടുന്ന് മാറ്റത്തില്ല, അവിടെ ഇരിക്കും. അതിന് പെട്ടെന്ന് ന്യൂമോണിയ പോലെ ആയും അവരവിടെ വീണ് അവിടെ വെച്ച് മരിക്കും. അതേ തട്ടിലിരുന്ന് മരിക്കുന്നു. മരിച്ചവരെ കൊണ്ട് അവർക്ക് വേണ്ടി ഒരുക്കിയ സ്ഥലത്ത് സംസ്കരിക്കും. ഒരു മണ്ണെണ്ണ വിളക്ക് ആ തട്ടയിൽ കത്തിച്ചു വെക്കും. മണ്ണെണ്ണ വിളക്ക് മനസ്സിലായോ? കത്തിച്ചു വെക്കും. അടുത്ത 30 ദിവസം ആ മണ്ണെണ്ണ വിളക്ക് ആ തട്ടയിൽ ഇരുന്ന് കത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോ ആ വീടിന്റെ അടുക്കൽ കൂടെ ഒരാൾ പോയി അവിടെ ഒരു മണ്ണെണ്ണ വിളക്ക് തട്ടയിൽ ഇരുന്ന് എരിയുന്നത് കണ്ടാൽ ഓർത്തോണം, കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ ഇവിടെ ഒരു മരണമല്ല, ഒരു കൊല നടന്നിരിക്കും. അതിന്റെ അടയാളം ആ കത്തിക്കൊണ്ടിരിക്കുന്ന മണ്ണെണ്ണ വിളക്ക്. നമ്മൾ ഇന്ന് ഒത്തിരി വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞില്ലേ? ഇപ്പം നമ്മൾ വായിച്ച വാക്യവും പറയുന്നു, ദേശത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ഒരു പുരുഷൻ ദൈവം അന്വേഷിക്കുന്നു. നമ്മുടെ നാട്ടിൽ, വെളിയിലൊന്നുമല്ല, ഇന്ത്യയിൽ. പോട്ടെ, ഇവിടെ ഇരിക്കുന്ന നമ്മിൽ പലർക്കും ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സ്വന്തം ദേശം, അവിടെ നടക്കുന്ന സമ്പ്രദായത്തിന്റെ കാര്യം ഞാൻ പറയാം. സ്വന്തം അപ്പനെയും അമ്മയെയും കൊന്നുകളയും. എത്ര ഭീകരമായിട്ട്! എന്നാൽ അവര് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. നമ്മൾ നെറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഗൂഗിൾ നോക്കിയാൽ കാണാം, ഇത് തന്നെ തലയിൽ കുത്തെന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ കൊടുത്തിരിക്കുന്ന വിവരണം ഇങ്ങനൊന്നുമല്ല, അത് വേറൊരു സ്റ്റൈലില്ല.
എന്ന് പറഞ്ഞാൽ ലോകം അറിയും ഇത് വായിച്ച്. അത് അപ്പനെ അങ്ങനെ കൊല്ലുന്നു പറയാൻ നോക്കൂ, ഇല്ല. പക്ഷെ സംഭവിക്കുന്ന അങ്ങനെ അങ്ങനെയുള്ള ഗ്രാമങ്ങളിൽ അപരിചിതരായ പരിചയമില്ലാത്ത ആരെയും അനുവദിക്കത്തില്ല. മലയാളം മനോരമയുടെ ഏജന്റുകള് അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ടർമാര് വേറെ പ്രത്യേക രീതിയിൽ ആരെയൊക്കെയോ പിടിച്ച് അവിടെ ചെന്ന്, ക്യാമറ എന്ന് പറഞ്ഞാൽ ഈ പേന പോലെ ഇവിടെ ക്യാമറ ഉള്ള പേനകളുണ്ട്, അതിങ്ങനെ കുത്തിയിട്ട് കഴിഞ്ഞാൽ ആരും അറിയത്തില്ല, അപ്പോൾ പടം എടുക്കുന്നില്ല. അവർ പോകുന്നതും സംസാരിക്കുന്നതുമല്ല ഇതിനകത്ത് കിട്ടുള്ളൂ. അവർക്ക് വേണ്ട പടമല്ല, അവർ പോയി ഇങ്ങനെ നിന്നാൽ മതി, തിരിഞ്ഞു നിൽക്കുന്നു, മറിഞ്ഞു നിൽക്കുന്നു, എല്ലാം കിട്ടും. അങ്ങനെ പോയി അവർ കളക്ട് ചെയ്തതാ. അതുകൊണ്ട് ഞാൻ മനോരമയിൽ എൻ്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടിനെ വിളിച്ചു ചോദിച്ചു, അതിന്റെ കുറച്ച് ഡീറ്റെയിലൂടെ കിട്ടുമോ? അവർ പറഞ്ഞു ഒരു രക്ഷയുള്ളൂ, ഇത് ഞങ്ങൾ വെളിയിൽ കൊടുക്കത്തില്ല. അന്നത്തെ ഒരു പടം ആ പേപ്പർ കട്ട് ചെയ്ത് ഞാനത് ലാമിനേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ ഞാൻ അത് കൊടുത്തു, ഇതാണ് വിഷയം, നിങ്ങൾ ഇത് പ്രാർത്ഥിക്കണം, ഇത് എൻ്റെ തിരിച്ചു തരണം, നിങ്ങൾ ഒരു കോപ്പി എടുത്തിട്ട്. പക്ഷേ അത് അതിലൂടെ പോയി, എനിക്കത് തിരിച്ചു കിട്ടിയിട്ടില്ല. എനിക്ക് ഒത്തിരി വിഷമമായി. ഞങ്ങളത് പ്രാർത്ഥിച്ചു. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭാരം തോന്നി, ഇതിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ? വലിയ വലിയ വീരന്മാരൊന്നും അവരെ കൊണ്ടുപോലും ചെയ്യാൻ ഒത്തിട്ടില്ല. ഗവൺമെന്റിന് ഇത് അറിയാവുന്ന കാര്യമാണ്, പക്ഷെ അവർ തൊടത്തില്ല. കാരണം അവർക്ക് വോട്ട് കിട്ടണം, ഇവിടുന്നല്ല വോട്ട് കിട്ടുന്ന. അപ്പൊ അങ്ങനെ ഞാൻ അതിനുവേണ്ടി തമിഴ്നാട്ടിൽ വന്നു, ശിവകാശി, അങ്ങനെ ആ ഭാഗത്തൊക്കെ വന്ന് 2-3 പ്രാവശ്യം വന്നിട്ടാണ് ഒരാളെ കണ്ട് നമുക്കൊന്ന് പ്രവർത്തിക്കാൻ, കൂടെ നിൽക്കാൻ, കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കാനുള്ള ഒരാളെ കണ്ടു. അങ്ങനെ ഒരു ശുശ്രൂഷ ആരംഭിച്ചു. ഫെയ്ത്ത് ഫൗണ്ടേഷൻ എന്ന പേരിൽ തമിഴ്നാട്ടിൽ തന്നെ രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾ പ്രവർത്തിക്കും. അതിന്റെ പ്രിയ സഹോദരൻ, ആരംഭം മുതലുള്ള ഒരു സഹോദരൻ, ജബരാജ് കുടുംബം. ഈ റോഡിൽ ഞങ്ങളുടെ ഒരു ഫാമിലി താമസിക്കുന്നുണ്ട്. സത്യമംഗലം ഏതാണെന്നറിയാമോ? വീരപ്പന്റെ ഗ്രാമം. ആ പ്രദേശത്ത് പ്രവർത്തിക്കുന്നു, ഈ റോഡിൽ പ്രവർത്തിക്കുന്നു. പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ ഈ നമ്മുടെ ഇന്നു മുതലുള്ള പ്രാർത്ഥനയിൽ, എന്നും കുടുംബ പ്രാർത്ഥനയിലും വ്യക്തിപരമായ പ്രാർത്ഥനയിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ പറഞ്ഞത്. എന്ത്? ഞങ്ങളുടെ കാര്യം മറന്നാൽ കുഴപ്പമില്ല, തലൈക്കുത്ത്. എന്താ അതിന്റെ പേര്? തലൈക്കുത്ത്. ഈ സമ്പ്രദായത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ആരാധനയ്ക്ക് കൂടുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് കൂടുമ്പോൾ, ഉപവാസത്തിന് കൂടുമ്പോൾ, ഓൾ നൈറ്റിന് കൂടുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ കുറച്ചു പേരുണ്ടെങ്കിലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കത്തുള്ളൂ. അങ്ങനെയുള്ള ചില പ്രദേശങ്ങളിൽ ചില കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ ചെയ്തു വരുക. കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ, അതിനുള്ളിലോട്ടൊന്ന് കയറാൻ, നന്നായി പ്രവർത്തിക്കാനൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളാൽ കഴിയുന്ന രീതിയിലൊക്കെ അതിനുവേണ്ടി പ്രവർത്തിക്കണം. നിങ്ങളത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇവിടെ പറയുകയാണ്, ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, ദേശത്തിന് മതിൽ കെട്ടണം. വിഷയമുള്ള ദേശത്തിന് മതിൽ കെട്ടി ശത്രു അതിലേക്ക് പ്രവേശിക്കുവാൻ അനുവദിക്കാതെ നിങ്ങൾ ആ ദേശത്തിന്റെ വിഷയത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കണം. എന്ന് പറഞ്ഞാൽ അതിന്റെ വിള്ളലിൽ നമ്മുടെ കരങ്ങൾ നീട്ടിക്കൊണ്ട് അതിന്റെ വിള്ളലിൽ നമ്മൾ ഇടിവിൽ നിൽക്കണം. നമ്മളായിരിക്കണം അതിന്റെ മധ്യേ, ദൈവത്തിനും ദേശത്തിനും മധ്യേ നിൽക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മള് ഇതുപോലെ അച്ഛൻ വിളിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കും, അച്ഛൻ ഉപവാസ പ്രാർത്ഥന വെക്കുമ്പോൾ അതിന് വരണ്ടെന്നല്ല ഞാൻ പറഞ്ഞു, അതിനും മാത്രം വന്നാൽ പോരാ. ഇടിവിൽ നിൽക്കുവാൻ, മധ്യസ്ഥനാകുവാൻ നമുക്ക് തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ, മറ്റാരും വേണ്ട. ഇവിടെ പറയുന്നത്, ഒരു പുരുഷനെ ഞാൻ അന്വേഷിച്ചു, ആരെയും തകർന്ന ഹൃദയം, ദൈവത്തിന്റെ കരച്ചിൽ, കണ്ണുനീരോടെ പറയുന്നില്ല, ആരെയും കണ്ടില്ലതാണ്. അപ്പൊ അവിടെ ഒന്നാമത്തെ ഒരു കൂട്ടമുണ്ടായിരുന്നു. ആരാ? പ്രവാചകന്മാരുണ്ടായിരുന്നു. 25-ാമത്തെ വാക്യം. പ്രവാചകന്മാർ എന്തായിരുന്നു ചെയ്ത്? അലറി അടുക്കുന്ന സിംഹം, ഇര കടിച്ചു കീറുവാൻ അടുക്കുന്ന സിംഹം പോലെ അവർ ഇരകളെ കടിച്ചു കീറി ദേശത്തെ വിധവമാരെ വർദ്ധിപ്പിക്കുന്നു. അതിന്റെ വിശദീകരണത്തിലോട്ട് ഞാൻ പോകുന്നില്ല.
നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ഇന്നും പലയിടങ്ങളിൽ നമ്മുടെ ചുറ്റുപാടും നടക്കുന്നതായിട്ടുള്ള വിഷയം. ഇര കടിച്ച് കീറുന്ന സിംഹം പോലെ അവർ ദേഹികളെന്ന് പറഞ്ഞാൽ മനുഷ്യനെ വിഴുങ്ങിക്കളയുന്നു, മനുഷ്യനെ ഉള്ള പോലെ വിഴുങ്ങിക്കളയുന്നു, അവനെ മുഴുവനായിട്ട് ഇല്ലാതെയാക്കുന്നു, അവന്റെ അസ്തിത്വമേ തകർക്കുന്നു, മുഴുവനായി തകർക്കുന്നു. എന്നിട്ട് ഇവിടെ എന്താ പറയുന്നത്? നിക്ഷേപങ്ങളെയും വിലയേറിയ വസ്തുക്കളെയും അപഹരിച്ചുകൊണ്ട് അവർ അതിന്റെ നടുവിൽ വിധവമാരെന്ന് പറഞ്ഞാല് ഭർത്താക്കന്മാർ ഇല്ലാത്തവർ. അപ്പൊ മനസ്സിലായല്ലോ കാര്യം. അവർക്കുള്ളതെല്ലാം അപഹരിച്ച് ഭർത്താക്കന്മാരെയും തകർത്ത് കൊന്ന വിധവമാരെ ദേശത്ത് വർദ്ധിപ്പിക്കുന്ന ആര്? പ്രവാചകന്മാർ, ദീർഘദർശികൾ. അവരുടെ പേരെന്തുവാ? ലേബൽ എന്തുവാ? ദീർഘദർശികൾ, പ്രവാചകന്മാർ, ദൈവത്തിന്റെ വചനം അറിയിക്കുന്ന, ദൈവത്തിന്റെ ദൂത് അറിയിക്കുന്നവൻ, ദൈവത്തിങ്കിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങിച്ച് ദൈവത്തിന്റെ പ്രത്യേക അഭിഷേകം വാങ്ങിച്ചു വന്നവനെന്നാണ് അവനെ തന്നെ പരിചയപ്പെടുത്തുന്നത്. പക്ഷെ അവിടെ എന്തോ അവൻ ചെയ്യുന്നത്? ദേഹികളെ വിഴുങ്ങുന്നു. ഇര കടിച്ചു കീറുന്ന സിംഹം പോലെ അവൻ ദേഹികളെ വിഴുങ്ങുന്നു, ഭർത്താക്കന്മാരെ ഇല്ലാതെയാക്കി. അതിവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല, അതാണ് അതിന്റെ അർത്ഥം. വിധവമാരെ വർദ്ധിപ്പിക്കുന്നു. ഒന്ന് ആരവിടെ ഉണ്ടായിരുന്നു? പ്രവാചകന്മാരുണ്ടായിരുന്ന ഒരു ദേശം. ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ് പ്രവാചകന്മാരെന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. ആ പേരെടുത്തുകൊണ്ട് വന്ന നിൽക്കുന്നതായിട്ടുള്ള ഒരു കൂട്ടം പ്രവാചകന്മാർ. 2:26 വാക്യം വായിച്ചേ. മതി. അവിടെ പറയുന്നു, അതിനെയും വീട്ടിൽ പോയിരുന്നു നിങ്ങൾ മനസ്സിരുത്തി ശ്രദ്ധിച്ച് ഈ 25 മുതൽ 31 വരെയുള്ള വാക്യങ്ങളും വായിക്കണം. ഇപ്പം പെട്ടെന്നൊന്ന് ഓടിച്ചു വിടുകയാണ്. രണ്ടാമതുള്ള അവിടുത്തെ കൂട്ടം, ദേശത്തെ കൂട്ടം, അതിലെ ആചാര്യന്മാർ അല്ലേ എന്ന് പറഞ്ഞാൽ അതിലെ പുരോഹിതന്മാരെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ദൗത്യത്തിനു വേണ്ടി ദൈവരാജ്യത്തിന്റെ പണിക്കായിട്ട് പ്രത്യേകമായി അഭിഷേകം ചെയ്ത് വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടം. ഇവിടെ പറയുകയാണ് അതിലെ പുരോഹിതന്മാർ. അവരെ എന്തിനാ ആക്കിയിരിക്കുന്നതെന്ന് അറിയാമോ? ന്യായപ്രമാണം പഠിപ്പിക്കുവാൻ. ന്യായപ്രമാണം എന്താണെന്ന് ജനത്തിന് മനസ്സിലാക്കി കൊടുക്കുവാൻ. ന്യായപ്രമാണത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, അതിനെ എങ്ങനെ അനുസരിക്കണം, അതിനോട് എങ്ങനെ പെരുമാറണം എന്ന് ജനത്തെ മനസ്സിലാക്കി കൊടുക്കുവാൻ, പഠിപ്പിക്കാനാണ് പുരോഹിതന്മാരെ ആക്കിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താണ് ചെയ്യുന്നത്? എന്റെ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്ത് എന്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കും. ദൈവാലയത്തിലുള്ള എന്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കും. വിശുദ്ധമായതിനെ വിശുദ്ധമെന്ന് ജനത്തിന് കാണിച്ചു കൊടുക്കേണ്ടവർ, അവരുടെ പ്രവൃത്തിയിൽ കൂടെ സംസാരത്തിൽ കൂടെ കാണിച്ചു കൊടുക്കേണ്ടവർ ഇവിടെ എന്താ ചെയ്യുന്നത്? അതിനെ അശുദ്ധമാക്കും. തൊട്ടടുത്ത് പറയുകയാണ്, അവർ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല, മലിനവും നിർമ്മലിനവും തമ്മിലുള്ള ഭേദം കാണിച്ചു കൊടുക്കുന്നതുമില്ല. ഈ പുരോഹിതന്മാരെ എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഇപ്പോൾ ദേശത്ത് നടക്കുന്നത് ശുദ്ധവും അശുദ്ധവും തമ്മിലുള്ള ഭേദം അവർക്ക് കാണിച്ചു കൊടുക്കുന്നില്ല, വ്യത്യാസം മനസ്സിലാക്കി കൊടുക്കുന്നില്ല. പുരോഹിതന്മാരെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്, നമ്മളെ കുറിച്ചല്ലല്ലോ അല്ലേ? എല്ലാവർക്കും സന്തോഷം. അവിടെ പറയുക, ആ ദേശത്തുള്ള ദൈവത്താൽ ആക്കപ്പെട്ട, വേർതിരിക്കപ്പെട്ട, പ്രത്യേക ദൗത്യത്തിനു വേണ്ടി ആക്കപ്പെട്ട പുരോഹിതന്മാർ, അവർ ന്യായപ്രമാണത്തോട്
ദ്രോഹം ചെയ്ത് മലിനവും നിർമ്മലിനവുമായത് എന്താണെന്ന് ജനത്തിന് പറഞ്ഞു കൊടുക്കാതെ, ശുദ്ധവും അശുദ്ധവുമായത് വേർതിരിക്കാതെ ജനത്തെ വലിയ നാശത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുക. എത്ര ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്ന് നോക്കി. ആദ്യം പറഞ്ഞു ആരുണ്ടായിരുന്നു? ദീർഘദർശികൾ, പ്രവാചകന്മാരുണ്ടായിരുന്നു. ദൈവത്താൽ ആക്കപ്പെട്ടവരെന്നാ അവർ പറയുന്നത്, ദൈവീയ ശുശ്രൂഷക്കാരെന്നാ അവർ പറയുന്നത്. രണ്ടാമത് അവിടെ പറയുന്നു ആരുണ്ടായിരുന്നു? ആചാര്യന്മാരുണ്ടായിരുന്നു, പുരോഹിതന്മാർ ഉണ്ടായിരുന്നു ആകാശത്ത്. അവരെ കുറിച്ച് ദൈവം സ്വർഗം അവരെ ആക്കിയപ്പോൾ, സ്വർഗം അവർക്ക് പട്ടം കൊടുത്തപ്പോൾ, സ്വർഗം അവരെ അഭിഷേകം ചെയ്തപ്പോൾ അവർക്ക് കൊടുത്തതായിട്ടുള്ള ദൗത്യത്തിന്റെ നേരെ എതിരാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദേശം നാശത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള അവസ്ഥ. ഈ അവസ്ഥയെ കണ്ടിട്ടാണ് ദൈവം പറയുന്നു, ഞാൻ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് എന്തെങ്കിലും ഒരു കാരണം നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്കും ദേശത്തിനും മധ്യേ ഇടിവിൽ നിൽക്കാൻ വരണം. ഒരുവനെയെങ്കിലും എനിക്ക് ഇവിടെ നിന്ന് കാണുവാനായിട്ട് സാധിക്കണം. അടുത്ത മൂന്നാമത്തെ ഒരു കൂട്ടം 27-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അതിന്റെ നടുവിലെ പ്രഭുക്കന്മാർ ലാഭമുണ്ടാക്കേണ്ടതിന്. ആരാ? പ്രഭുക്കന്മാരും തന്നെയാണോ തമിഴില്? ഇവിടെ പറയുന്നു അതിന്റെ നടുവിലെ പ്രഭുക്കന്മാർ ലാഭമുണ്ടാക്കേണ്ടത് ഇരകടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെ രക്തം ചൊരിയുവാനും ദേഹികളെ നശിപ്പിക്കാനും നോക്കുന്നു. മൂന്നാമത്തെ കൂട്ടം അതിന്റെ നടുവിലെ പ്രഭുക്കന്മാർ. പ്രഭുക്കന്മാർ എന്ന് പറഞ്ഞാൽ ആരാ? ആരായി പ്രഭുക്കന്മാർ? ഞാൻ ഇതുവരെ ചോദിക്കാതെ പോയി, ഇനി ചോദ്യമായെന്നല്ലേ? ഈ വേദപുസ്തകം വായിക്കുമ്പോഴേ പ്രഭുക്കന്മാരെന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണ്ടേ ആരായി പ്രഭുക്കന്മാർ? വേണേ പറഞ്ഞു വെച്ചോളൂ. പ്രഭുക്കന്മാരാരാ? നമ്മുടെ അച്ഛന്മാരെന്ന് പറഞ്ഞേ, ആരായി പ്രഭുക്കന്മാർ? രാജാക്കൾ അല്ലേ? രാജാക്കളെന്ന് വേണമെങ്കിൽ പറയാം ഒരർത്ഥത്തിൽ, പക്ഷെ രാജാക്കന്മാരല്ല. ദേശത്തിലെ പ്രഭുക്കന്മാർ എന്ന് പറഞ്ഞാൽ നോബിൾസ് എന്നാണ്. നോബിൾസ് വേറൊരു ഭാഷയിൽ നമ്മൾ ഇച്ചിലൂടെ കടത്തി പറഞ്ഞാൽ മാന്യന്മാർ. നമ്മൾ പറയത്തില്ലേ, അവൻ വലിയ മാന്യനാന്ന് പറയത്തില്ലേ? മാന്യന്മാരെന്ന് പറയും. പിന്നെ നമ്മൾ പറയാം, ഒരു വാക്കൂടെ പറയും, പകൽ മാന്യൻ എന്ന് പറയത്തില്ലേ? അറിയാവോ? പകൽ മാന്യൻ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? അങ്ങനെ പറയത്തില്ലേ? അല്ല, ആ യോഗ്യനെക്കാട്ടും വലിയ പുള്ളിയായിരുന്നു പകൽ മാന്യൻ എന്ന് പറഞ്ഞാൽ. പകലൊക്കെ ഇവൻ വലിയ കുഴപ്പമില്ല, രാത്രിയിലാണ് ഇവന്റെ തനി സ്വഭാവം കാണും. പകൽ മാന്യൻ എന്ന് പറയും. മാന്യന്മാർ, നോബിൾസ്, പ്രഭുക്കന്മാർ. അവര് പറയും, ഞങ്ങളാണ് ഈ സമൂഹത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇവിടെ എന്തു വേണം, എന്തു വേണ്ട, എന്തു നടക്കണം, എന്ത് നടക്കരുത്, ആര് എങ്ങനെ വേണം എന്ന് ഞങ്ങളാണ്. ചില ദേശത്തൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ദേശത്തെ തലവൻ എന്നൊക്കെ പറഞ്ഞ, തലവനൊന്നും അല്ല, പക്ഷെ എല്ലാരും കൂടെ അവനെ അങ്ങ് തലവൻ ആക്കി, അവനാണ് വന്നതിന്റെ തീരുമാനമൊക്കെ പറയാം. ഇവിടെ പറയുകയാണ്, ദേശത്തിലെ അതിന്റെ നടുവിലെ പ്രഭുക്കന്മാർ, അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ആര് ചത്താലും ആരില്ലാതായാലും ഇവർക്ക് ലാഭം ഉണ്ടാകണം. അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടോ? എന്ത് സംഭവിച്ചാൽ, സമൂഹം ഇല്ലാതായാലും സ്വന്തം കുടുംബം ഇല്ലാതായാലും എനിക്ക് ലാഭം ഉണ്ടാകണം. ഇവിടെ അത് തന്നെയാ പറയുന്നത്, അതിന്റെ നടുവിലെ പ്രഭുക്കന്മാർ ലാഭമുണ്ടാക്കേണ്ടതിന് ഇര കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെ രക്തം ചൊരിയുവാൻ. പാത്തു പതുങ്ങി നിന്നാണ്. ചെന്നായി അത്ര പെട്ടെന്നൊന്നും ഓടി അടുക്കൽ വരത്തില്ല. പാത്തു നിന്ന് കടിച്ചു കീറി ചോരയും കുടിച്ച് രക്തം ചൊരിയുവാനും ദേഹികളെ നശിപ്പിപ്പാനും ശ്രമിക്കുന്നു.
ഒന്ന് ചിന്തിച്ചു നോക്കി. മൂന്ന് കൂട്ടം ആളുകളുടെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഒന്ന് പ്രവാചകന്മാർ, ദീർഘദർശി. രണ്ട് ആചാര്യന്മാർ, പുരോഹിതർ. മൂന്ന് പ്രഭുക്കന്മാർ. ഇനി ഒരു കൂട്ടരെ കൂടെ പറഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം. അതിന്റെ 29-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദേശത്തിലെ ജനം ഞെരുക്കം ചെയ്യുകയും പിടിച്ചു പറിക്കുകയും എളിയവനെയും ദരിദ്രനെയും ഉപദ്രവിക്കുകയും പരദേശിയെ അന്യായമായി പീഡിപ്പിക്കുകയും ചെയ്യും. ആദ്യം പറഞ്ഞ മൂന്ന് കൂട്ടം ആളുകൾ അവിടുത്തെ വലിയ പുള്ളികളാണ്, വലിയ ആളുകളാണ്. നാലാമത് പറയുന്ന ആരാ? ദേശത്തിലെ ജനം, സാധാരണ ജനം. ഇതെല്ലാം ദേശത്ത് നടപാടുമ്പോൾ പ്രവാചകന്മാർ അവരെ കുറിച്ച് പ്രതീക്ഷിച്ചിരിക്കുന്നതിന്റെ അപ്പുറത്തെ വിരുദ്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ, പുരോഹിതന്മാർ അവർ ചെയ്യരുതാത്തത് ചെയ്യുമ്പോൾ, പ്രഭുക്കന്മാർ അവർക്കിഷ്ടം പോലെ ചെയ്യുമ്പോൾ, ലാഭത്തിനു വേണ്ടി മാത്രം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദേശമാകപ്പാടെ ദാരിദ്ര്യത്തിലും തകർച്ചയിലും ഇല്ലായ്മയിലും പട്ടിണിയിലുമായി പോയി. അപ്പോ ഇവിടെ പറയുന്ന 29-ാമത്തെ വാക്യത്തിൽ ദേശത്തിലെ ജനം ഞെരുക്കം ചെയ്യാനായിട്ട് തുടങ്ങി. സാധാരണ ജനം, മേൽപ്പറഞ്ഞ ഗ്രൂപ്പിലൊന്നും പെടാത്ത ദേശത്തിലെ സാധാരണ ആളുകൾ, അവർക്ക് ജീവിക്കണ്ടേ, എന്തെങ്കിലും കഴിക്കണ്ടേ. അപ്പൊ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? ഞെരുക്കം ചെയ്യാനായിട്ട് തുടങ്ങി. മറ്റുള്ളവരെ ഞെരുക്കാൻ തുടങ്ങി, പിടിച്ചു പറിക്കാൻ തുടങ്ങി. പിടിച്ചു പറിക്കും, പോക്കറ്റടി, കള്ളന്മാരായിട്ട് വീടുകളിൽ കയറി മോഷണം, ഇതെല്ലാം തുടങ്ങി. എളിയവനെയും ദരിദ്രനെയും ഉപദ്രവിക്കുകയും പരദേശിയെ അന്യായമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഒത്തിരി തൊഴിലാളികളില്ലേ, നമ്മുടെ നാട്ടിലെ ആളുകൾ ചിലപ്പം മുമ്പേ പറഞ്ഞ പോലെ വലിയ ആളുകൾ വന്ന് അവന്മാരെ പേടിപ്പിച്ച് ഓടിക്കുന്നത് കണ്ടിട്ടില്ലേ? അവന്മാരുടെ പൈസ വാങ്ങിച്ചിട്ട് ഓർഡറാന്ന് പറയുന്നു. ഏതാണ്ട് അതുപോലെ ദേശത്തിലെ ജനം പീഡിപ്പിക്കുന്നു, അന്യായമായിട്ട് ജനത്തോട് ദ്രോഹം ചെയ്യുന്നു, എളിയവനെയും ദരിദ്രനെയും ഉപദ്രവിക്കുന്നു, പരദേശിയെ അന്യായമായി കാരണമില്ലാതെ പീഡിപ്പിക്കുന്നു, ന്യായമില്ലാതെ പീഡിപ്പിക്കുന്നു. അവിടെയാണ് അടുത്ത വാക്യത്തിൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു, അതുകൊണ്ട് ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു. നമ്മൾ വായിച്ച മറ്റൊരു വാക്യമുണ്ടല്ലോ, ഏതായിരുന്നു? യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം. ആ വാക്യം ഒന്നുകൂടൊന്ന് വായിച്ച്, നിർത്തി ഒന്ന് വായിച്ച്. ആ ആ ആ ആ ആ മതി. അവിടെ മൂന്ന് കൂട്ടം ആളുകളെ പറയും. ഒന്ന്, പ്രവാചകന്മാർ പ്രവചിക്കുന്നു. എങ്ങനെ പ്രവചിക്കുന്നു? ദോഷമായി പ്രവചിക്കുന്നു. ശരിയല്ല അവരുടെ പ്രവചനം. അവരുടെ ഇഷ്ടം പോലെ അവര് പ്രവചിക്കുന്നു. അവർക്ക് എന്തെങ്കിലും കിട്ടണം, അതിനാണ് അവർ പ്രവചിക്കുന്നത്. അവർക്ക് പണം വരണം, അതിനാണ് പ്രവാചകന്മാർ പ്രവചിക്കുന്നത്. പിന്നെ ആചാര്യന്മാർ, പുരോഹിതർ അവരോടൊന്നായി കൂട്ടുകൂടും. ഏത്? പ്രവാചകന്മാർ പറയുന്നതിനോട് ഇവരും ഏലായിടുക എന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാ, അങ്ങനെ തന്നെയാണ്. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാർ അങ്ങനെ വേണം. അപ്പൊ ഇതിന്റെ ഒരു ഷെയർ ഇവർക്കും വന്നോളുമല്ലോ, വല്ലതും കിട്ടും, പൈസ, പണം കിട്ടും, സമ്പത്ത് കിട്ടും. അതിനായിട്ട് പ്രവാചകന്മാർ പറയുന്ന കള്ളപ്രവചനത്തോടുകൂടെ പുരോഹിതന്മാർ ഒന്നു ചേർന്ന് ജനത്തെ ആകപ്പാടെ നശിപ്പിക്കുന്നു, ഞെരുക്കുന്നു. അപ്പോ ഇവര് രണ്ടുപേരും പറയുന്നത് എന്റെ ജനത്തിനത് ഇഷ്ടമാണ്, വളരെ ഇഷ്ടമാണ്. അയ്യോ, പ്രവാചകന്മാർ പറയുന്നതല്ലേ, അയ്യോ നമ്മുടെ അച്ഛൻ പറയുന്നതല്ലേ. സെൽവിനച്ഛനല്ല കേട്ടോ, ഇന്നത്തെ പട്ടക്കാരെ കുറിച്ചല്ല പറയുന്നത്. അന്ന് അവിടുത്തെ കാര്യം. ഇന്നും ഇങ്ങനെയുള്ള സമൂഹങ്ങളുണ്ട്, ഇങ്ങനെയുള്ള ദേശമുണ്ട്, ഇങ്ങനെയുള്ള ആളുകളുണ്ട്. പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒക്കെ ഇന്നും ഉണ്ട്.
ഈ ഇല്ലാ വചനം പറയുന്ന പ്രവാചകന്മാരോട് കൈകോർത്ത് ഒന്ന് ചേർന്ന് ദേശത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ, എന്റെ ജനത്തിനോ അത് വലിയ സന്തോഷമാണ്. അത് അവരങ്ങ് അംഗീകരിച്ചിരിക്കുക. ഇവര് രണ്ടു കൂട്ടർ പറഞ്ഞാൽ ഓക്കെ, ദൈവവചനമാണെന്നാണ് ഇവർ പറയുന്നത്. ജനം അങ്ങനെ അവിശ്വസിക്കുക. അങ്ങനെ ഒരു സ്ഥാനത്തോട്ട് ഇവരെ കൊണ്ടങ്ങ് ഇരുത്തിയിരിക്കുക. അവസാനത്തെ ഒരു സെന്റൻസ് പറയുന്നത് എന്താ? എന്നാൽ ഒടുവിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒടുവിൽ നിങ്ങൾ, ഒടുവിലത്തെ ഒരു ദിവസമുണ്ട്. അന്ന് ഇപ്പോൾ ഈ ചെയ്തു കൂട്ടിയ സംഭവമെല്ലാം കത്തി ശരിയായതിനെ കാണുവാനുള്ള സാഹചര്യമുണ്ട്. വൈക്കോല് കത്തിപ്പോകും, വൈക്കോല് കത്തിപ്പോകും. എന്നാൽ നിലനിൽക്കുന്ന സത്യം, ന്യായം നിലനിൽക്കും. അന്ന് നിങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള പ്രവാചകന്റെയും ഇങ്ങനെയുള്ള പുരോഹിതന്റെയും കൂടെ നിന്ന നിങ്ങൾ നിങ്ങളുടെ തന്നെ അന്ത്യം ശാപത്തിനായിക്കൊണ്ട് കുറിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ദൈവം ദേശത്തോട് ചോദിക്കുന്നു, ഇതിനു വേണ്ടി മധ്യസ്ഥനായി നിൽക്കാൻ ഒരു പുരുഷനെ കിട്ടുമോ? ഒരാളെ എനിക്ക് കിട്ടുമോ? അതിനായി നോക്കുകയാണ് വലിയവനായ ദൈവം. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ച എത്ര പേരുണ്ട്? ഇന്ന് രാവിലെ പ്രാർത്ഥിച്ച, മനസ്സിലായി? ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ? ഞാൻ മലയാളമാണ് പറയുന്നത്. ഇന്ന് രാവിലെ പ്രാർത്ഥിച്ച എത്ര പേരുണ്ട്? കൈ ഒന്ന് ഉയർത്തിക്കുമ്പോൾ നല്ലപോലെ ഉയർത്തി. ഞാൻ സാധാരണ കൈ ഉയർത്തിക്കാറില്ല, പക്ഷെ ഇന്ന് ഞാൻ ഉയർത്തിക്കുക. ഇന്ന് രാവിലെ പ്രാർത്ഥിച്ച ഇത്രയും പേരുണ്ട്. ഓക്കെ. ഇപ്പൊ ഇനി അടുത്ത ചോദ്യം പേടിച്ച പലരും കൈ ഉയർത്താഞ്ഞെന്ന് എനിക്കറിയാം. അടുത്ത ഇദ്ദേഹം എന്തുവാ ചോദിക്കാൻ വരുന്നത്? നമ്മുടെ വീടിരിക്കുന്ന സ്ഥലത്തെ ഒരു വാർഡുണ്ടല്ലോ, പഞ്ചായത്തിന്റെ അല്ലേ? ഇവിടെ പഞ്ചായത്തല്ലേ? പഞ്ചായത്തിന്റെ ഒരു വാർഡില്ലേ, വാർഡ് മെമ്പർ അല്ലേ? ഉണ്ടോ? ഉണ്ട്. നമ്മളൊക്കെ വോട്ട് ചെയ്തതല്ലേ? ആ വാർഡ് മെമ്പറിന്റെ പേര് നമുക്കറിയാം. ആ വാർഡ് മെമ്പറിന് വേണ്ടി ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചു. എന്ത് രസമായിട്ടുള്ളൊരു കാര്യമല്ലേ? ചിരിക്കുകയായിരുന്നു. ചുമ്മാ കള്ളത്തരം പറയരുത്. ഞാനൊരു കാര്യം നിങ്ങളെ ഓർപ്പിക്കാൻ ചോദിച്ചു, അല്ലാതെ നിങ്ങൾ പ്രാർത്ഥിച്ചത് അറിയാനോ നിങ്ങളെ കുരുക്കാനോ ഒന്നുമല്ല. ആ വാർഡ് മെമ്പറിന്റെ പേര് നമുക്കറിയാമോ? അറിയണം. നമ്മൾ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ അങ്ങോട്ടല്ലേ ഓടുന്നേ? റോഡ് ശരിയല്ലെന്നുണ്ടെങ്കിൽ നമ്മളെന്താ പറയും? ഇങ്ങനെയുള്ളവന് ഒരു വോട്ട് കൊടുത്തത് നമ്മുടെ തെറ്റ്. താണ്ട കുഴി കൂടാ നമ്മളിപ്പോ. പക്ഷേ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പം ആ വ്യക്തിയുടെ പേര് പറഞ്ഞു പ്രാർത്ഥിക്കൂ. കാശടിക്കാനുള്ള മാർഗം കൊടുക്കണമോ? ഞാൻ പറഞ്ഞതേ, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അവനെ അങ്ങ് കളിയാക്കും, അല്ലെ അവളെ കളിയാക്കും, അവിടെ എതിര് പറയും, കഴിവില്ലെന്ന് പറയും, ഇവളെ ഇനി അരുതെന്ന് പറയും. ഓക്കെ, അതെല്ലാം ശരി, സമ്മതിക്കും. പക്ഷേ ഒരു ദൈവ പൈതൽ എന്നുള്ള രീതിയിൽ നമ്മൾ അവർക്ക് വേണ്ടി എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിക്കേണ്ടവരാ. നമ്മൾ കടപ്പെട്ടിരിക്കുന്നു, അവരോട് പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോ രാഷ്ട്രീയം ഒന്നും പറയല്ല കേട്ടോ, നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ പിണറായി വിജയൻ? സാക്ഷാൽ പിണറായി വിജയന്റെ പേര് പറഞ്ഞ് ഇന്ന് രാവിലെ ആരെങ്കിലും, എത്ര പേര് പ്രാർത്ഥിച്ചെന്നല്ല, ആരെങ്കിലും പ്രാർത്ഥിച്ചോ? എന്നോട് പറയണ്ട. ഇല്ല, നമ്മൾ സാധാരണ ഇങ്ങനെ പ്രാർത്ഥിക്കാറില്ല. കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ കൺവെൻഷൻ വയ്ക്കുന്നത്, അല്ലേ? ഈ കൺവെൻഷനോടെ അത് ആരംഭിക്കണം. നമ്മുടെ വാർഡ് മെമ്പറിന് വേണ്ടി പ്രാർത്ഥിക്കണം.
നമ്മുടെ പഞ്ചായത്ത് അംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ പലപ്പോഴും നമ്മൾ ചോദിക്കത്തില്ലേ, നമ്മൾ പറയുക ഒരു രാവിലെ ഒരു 3/4 മണിക്കൂർ 45 മിനിറ്റ് നിങ്ങൾ പ്രാർത്ഥിക്കണം വ്യക്തിപരം. എന്തിനാ? എന്നാ വിഷയം? ഞങ്ങൾ 5 മിനിറ്റ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാം തീർന്നു, പിന്നെ ഒരു വിഷയവുമില്ല. കാര്യം എന്നെ അനുഗ്രഹിക്കണേ, എൻ്റെ ഭർത്താവിനെ അല്ലെ ഭാര്യയെ അനുഗ്രഹിക്കണേ, എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ. ഇനി അടുത്തൊരു ഇതുണ്ടെങ്കിൽ ഞങ്ങളുടെ അച്ഛനെ അനുഗ്രഹിക്കണം. തീർന്നു, അത്രയേ ഉള്ളൂ നമ്മുടെ വിഷയം. ഞാൻ പറയാം, നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പ്രാർത്ഥിച്ചു നോക്കിയേ. നമ്മുടെ സാക്ഷാൽ മോദിജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? എന്തോ മോഡി ഇല്ലാതാകണേന്ന് പ്രാർത്ഥിക്കുമോ അച്ചപ്പോ? അതെന്തും ദൈവഹിതം നടക്കട്ടെ. പക്ഷേ നാം നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മെ ഇവിടെ ആക്കിയിരിക്കുന്നത് അതിനു വേണ്ടിയൂടെ കേട്ടോ. നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാ ചെന്ന് ഫലിക്കുന്നതെന്ന് അറിയത്തില്ല. നമ്മളെന്നും പറഞ്ഞു, നമ്മള് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എങ്ങനെയാണ് അതിൽ കൂടെ പ്രവർത്തിക്കുന്നത് നമുക്ക് അറിയാനൊക്കത്തില്ല. ഇവനെ ഒന്നും മാറ്റുന്നില്ലല്ലോ എന്ന് നമ്മൾ പറയും. പക്ഷേ നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ആ മനുഷ്യന് വേണ്ടി ഒരിക്കലെങ്കിലും പ്രാർത്ഥിച്ചു. ദൈവം പ്രവർത്തിച്ചോളും, നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ തൊട്ട അയൽവാസി ക്രിസ്ത്യാനി അല്ലായിരിക്കും, അക്രൈസ്തവനായിരിക്കും. അവന്റെ പേര് പറഞ്ഞ് നമ്മുടെ കുഞ്ഞിന്റെ കൂട്ടുകാരൊക്കെ ആ വീട്ടിലെയാ, അവരുടെ അപ്പനും അമ്മയും അവർക്ക് വേണ്ടി പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ സഭയിലെ ഏത് സഭയുമായിക്കോട്ടെ, മേൽപ്പട്ടക്കാർക്കായിട്ട്, നേതാക്കന്മാർക്കായിട്ട്, സഭയുടെ ശുശ്രൂഷകൾക്കായിട്ട്, മിഷൻ ഫീൽഡുകൾക്കായിട്ട്, സുവിശേഷ വേല ചെയ്യുന്ന ആളുകൾക്കായിട്ട്, അത് ഏത് സഭയിലേയും ആകട്ടെ, പ്രാർത്ഥിക്കാറുണ്ടോ? ദേശം എന്തോ മുമ്പേ ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞ പോലെ ആ ആ ആ ആ ആ ആ എന്നാൽ ഞാൻ പറയുകയാണ്, നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചു, അത് നല്ല കാര്യം. എല്ലാ ദിവസവും നമ്മുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഇവരുടെയൊക്കെ പേര് പറഞ്ഞങ്ങോട്ട് പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒത്തിരി വിലയുണ്ട് കേട്ടോ. ഒത്തിരി മാറ്റം വരും. അല്ലെ നമ്മൾ പറയും, കർത്താവേ ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി, ഞാൻ രാവിലെ പറഞ്ഞില്ലേ, എല്ലാവർക്കും വേണ്ടിയും തീർന്നു പ്രാർത്ഥിക്കുന്നു. ആരായി എല്ലാവരും? ആരൊക്കെ അതിനകത്ത് ഉൾപ്പെടും? അതേസമയം നമ്മൾ പേരൊന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു നോക്കി, നമുക്കറിയാം 1 മാസം നമ്മൾ തുടർച്ചയായിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചാലല്ല അവിടെ വരുന്ന വ്യത്യാസം നമുക്ക് മനസ്സിലാവും. അല്ലെ നിങ്ങൾ ഒരു 10,000 വെച്ചുകൊണ്ട് പ്രാർത്ഥന തുടങ്ങിക്കോ. ഇന്ന് തുടങ്ങി നിങ്ങൾ വീട്ടിൽ ചെന്ന് കുറച്ച് സമയം പ്രാർത്ഥിച്ചോ. നാളെ രാവിലെയും വൈകിട്ടും 1 മാസത്തേക്കൊന്ന് പ്രാർത്ഥിച്ച് ചില വ്യക്തികളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ച്. നമ്മൾ ചില മദ്യപാനികളെ കുറിച്ച് പറയുമോ, ഇവനൊക്കെ ഇല്ലേ, പിന്നെ നമ്മൾ വേറെ ഭാഷയൊക്കെ പറയും. എന്നാൽ അവരുടെ പേര് പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാം. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വന്നു, അതിന് മതിൽ കെട്ടി, ദേശത്തിന് മതിൽ കെട്ടണം, ശത്രു കയറാതെ, സാത്താൻ കയറാൻ അനുവദിക്കാതെ അതിന് മതിൽ കെട്ടി, എന്റെ മുൻപാകെ ഇടിവിൽ നിൽക്കുവാൻ, കരങ്ങൾ ഉയർത്തുവാൻ, ദേശത്തിനു വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുവാൻ ഒരു പുരുഷൻ ആരെങ്കിലും ഉണ്ടോ? ഇന്ന് നമുക്ക് ആരംഭിക്കാമോ ഈ മധ്യസ്ഥത? ആരാ ഒരു മധ്യസ്ഥൻ? ഒറ്റ കാര്യം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആരാ ഒരു ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു 7 മണിക്കൂറിന്റെ വലിയൊരു സെമിനാറാണ്. അതിന്റെ ഒരു കൊച്ചു ഭാഗമാണ് ഞാൻ ഈ പറയുന്നത്. ആരാണ് ഒരു മധ്യസ്ഥൻ? അത് നമുക്കൊന്ന് വായിക്കാം. ഈ എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം, അതിന്റെ 9-ാം അധ്യായം 4-ാമത്തെ വാക്യം, 3-ാമത്തെ വാക്യം മുതൽ വായിച്ചാട്ടെ. ആ ആ ആ ആ ആ
பின்பு அவர் என் காதுகள் கேட்ட மற்றவர்களை நோக்கி, நீங்கள் பின்னாலே நகரம் எங்கும் உருவப் போய் வைக்குங்கள், உங்கள் கண் தப்ப விடாமலும். മതി മതി മതി, നിങ്ങളുടെ കണ്ണ് ദയ കാണിക്കരുത്. അപ്പോ ഇവിടെ പറയുകയാണ്, ദേശത്ത് നടക്കുന്നതായിട്ടുള്ള ഭീകരമായ ഭയാനകമായിട്ടുള്ള സംഭവങ്ങൾ കണ്ട ദൈവം ജനം മര്യാദ കെട്ട് നടക്കുന്ന ഒരു സമൂഹം, ഒരു ദേശം, ആ ജനത്തിന്റെ ജീവിതവും പ്രവർത്തനവും ഒക്കെ കണ്ടിട്ട് ദൈവം ആ ദേശത്ത് ഒരു വലിയ ന്യായവിധി കൊണ്ടുവരാനായിട്ടുള്ള ശ്രമമാണ്. അപ്പൊ ഒരു മഷിക്കുപ്പിയും പേനയുമായിട്ട് ഒരു ദൂതനെ ദൈവം അവിടെ ആക്കി. അതിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ 3 മുതൽ വായിച്ചത്. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം അതിരുന്നിരുന്ന കെരൂബിന്മേൽ ആലയത്തിന്റെ ഉമ്മരപ്പടിയിൽ വന്നിരുന്നു. പിന്നെ അവൻ ശണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരന്റെ മഷിക്കുപ്പിയുമായി നിന്നിരുന്ന പുരുഷനെ വിളിച്ചു. ദൈവമാക്കി വെച്ച മഷിക്കുപ്പിയും എഴുത്തുകോലുമായിട്ട് ആക്കി വെച്ച പുരുഷനെ വിളിച്ചിട്ട് പറഞ്ഞു അവനോട്, യഹോവ, നീ നഗരത്തിന്റെ നടുവിൽ, യെരൂശലേമിന്റെ നടുവിൽ കൂടെ ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകളും നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റികളിൽ ഒരു അടയാളം ഇടുക എന്ന് കൽപ്പിച്ചു. നീ യെരൂശലേം നഗരത്തിന്റെ വീഥികളുടെ നടുവിൽ കൂടെ നടക്കണം. ദേശത്ത് നടക്കുന്ന മ്ലേച്ഛത മൂലം കരയുന്ന പുരുഷന്മാരുടെ നെറ്റികളിൽ നീ ഒരടയാളം ഇടണമെന്ന് ദൈവം ഈ ദൂതനോട് കൽപ്പിച്ചു. ആ എഴുത്തുകോൽ കൊണ്ട് മഷിക്കുപ്പിയിൽ മുക്കി ആ കരയുന്ന പുരുഷന്മാർ, ഇടുവിൽ നിൽക്കുന്ന പുരുഷന്മാർ, അത് അർത്ഥമാക്കും. ദേശത്തിന് വേണ്ടി, ദേശത്തിന്റെ മ്ലേച്ഛതയ്ക്ക് മുൻപിൽ നിന്ന് കരയുന്ന, കണ്ണുനീരൊഴുക്കുന്ന പുരുഷന്മാർ, നടുവിൽപ്പെട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റികളിൽ അടയാളം ഇടണമെന്ന് കൽപ്പിച്ചു. ദേശത്തിന്റെ മ്ലേച്ഛത കണ്ട ദൈവം താഴേക്ക് നോക്കിയപ്പോൾ ദൈവത്തെ പോലെ ചിലർ ആ മ്ലേച്ഛത കണ്ട് കണ്ണുനീർ ഒഴുക്കുന്നവരായി കണ്ടു. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ പറയുന്നത്, ആ നെറ്റിയിൽ അടയാളമില്ലാത്ത എല്ലാവരെയും വെൺമഴുകൊണ്ട് നടക്കുന്ന മറ്റൊരു ദൂതൻ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. ആ ദൂതനോട് പറഞ്ഞു, അവനെ എല്ലാം വെട്ടിക്കളയണം, വെട്ടിക്കളയണമെന്ന് പറഞ്ഞു. ദേശത്തിന്റെ മ്ലേച്ഛതയിൽ കിടന്നാറാടുന്ന ജനത്തെ മുഴുവൻ ഇല്ലാതെയാക്കണം, നശിപ്പിക്കണം, വെട്ടിക്കളയണം. എന്നാൽ ആ മ്ലേച്ഛതയുടെ മുൻപിൽ നെടുവീർപ്പിട്ട് കരയുന്ന, എന്റെ ദേശത്തോട് കരുണ ചെയ്യണമേ എന്ന് ദൈവസന്നിധിയിൽ കരയുന്ന, എന്റെ ദേശത്ത് ഇത്രയും മ്ലേച്ഛതയായി പോയല്ലോ എന്ന നെടുവീർപ്പോടെ കരയുന്നതായിട്ടുള്ള പുരുഷന്റെ നെറ്റിമേൽ അടയാളം. ആരാ? മധ്യസ്ഥൻ. ഇടുവിൽ നിൽക്കുന്നവനെ എങ്ങനെ മനസ്സിലാക്കാം? അവന്റെ നെറ്റിമേൽ അടയാളം. ആരാ ഒരു മധ്യസ്ഥൻ? ഒത്തിരി കാര്യങ്ങളുണ്ട്, അതിലെ ഒറ്റ കാര്യം മാത്രം. ഒരു മധ്യസ്ഥൻ സമം നെറ്റിമേൽ ദൈവത്താൽ അടയാളം ഇടപ്പെട്ടവനാണ് മധ്യസ്ഥൻ. ഇന്ന് ഈ രാത്രി സമയം നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം, കർത്താവേ, എനിക്ക് ഈ അടയാളമുള്ളവനായി തീരുവാൻ സാധിക്കും. ഇന്നു മുതൽ സാധിക്കും. ഇവിടെ പറയുന്ന ദേശത്തിന്റെ മ്ലേച്ഛതയെ പോലെ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ദേശവും, ഇന്നത്തെ നമ്മുടെ സമൂഹം അങ്ങനെ തന്നെയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഓരോ രാവിലെ കേൾക്കുന്നതല്ലേ, ഓരോ ദിവസവും കേൾക്കുന്നത്. എന്തെല്ലാം മ്ലേച്ഛമെന്നോ അതിമ്ലേച്ഛമെന്നോ കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കാത്ത, കേൾക്കാൻ കൊള്ളാത്ത എത്രയോ കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അതിൻ്റെ നടുവിൽ ദൈവത്താൽ അടയാളമിടപ്പെട്ടവനായ ഒരു പുരുഷനായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ? നമ്മുടെ ദേശത്തിനു വേണ്ടി പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു പുരുഷനായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ദേശത്തെ മതിൽ കെട്ടി സൂക്ഷിച്ച് അതിൻ്റെ നടുവിൽ ദൈവത്തിനും മനുഷ്യനും നടുവിൽ മധ്യവർത്തിയായിട്ട്, ഒരു ഇന്റർസെസറായിട്ട്
നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. എൻ്റെ മുൻപിൽ ഇടിവിൽ നിൽക്കുന്ന ഒരു പുരുഷൻ, ഒറ്റ പുരുഷൻ, ഒരു പുരുഷൻ. നിങ്ങൾക്കറിയാമോ, വർഷങ്ങൾക്ക് മുൻപ്, നൂറ്റാണ്ടുകൾക്ക് മുൻപ്, എനിക്ക് തോന്നുന്നു 19-ാം നൂറ്റാണ്ടിലായിരുന്നു, 18-ാം നൂറ്റാണ്ടിന്റെ അവസാനവും 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യവുമായിട്ട് ഒരു പുരുഷൻ, ഒരു പയ്യൻ, അവൻ, അമ്മ ചെറുപ്പത്തിലെ മരിച്ചു. അപ്പൻ അവനെ വളർത്തി. അവന്റെ രണ്ടാനമ്മ, അപ്പൻ രണ്ടാമത് കല്യാണം കഴിച്ചു. അവൻ ദൂരെ ഒരു സ്ഥലത്ത് പോയി കോളേജിൽ പഠിച്ചു, യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു. അവന്റെ പഠനം പൂർത്തിയാക്കപ്പെടുന്നതിന് മുൻപ് അവന്റെ അപ്പൻ മരിച്ചു എന്നുള്ള ടെലിഗ്രാം കിട്ടി. അവൻ നാട്ടിലേക്ക് വന്നു. അപ്പന്റെ സംസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ തിരിച്ചു പോയി പഠനം പൂർത്തിയാക്കിയിട്ട് മടങ്ങി വീട്ടിലേക്ക് വന്നു. അപ്പൻ ഒരു കോബ്ലറായിരുന്നു, ചെരുപ്പ് തുന്നുന്നയാളായിരുന്നു. അപ്പോ അവന് ഒത്തിരി ആഗ്രഹം, എനിക്കും നല്ലൊരു ജോലി, ചെരുപ്പ് തുന്നുകയല്ല, നല്ല എന്തെങ്കിലും ഒരു ജോലി. അപ്പോ ദൈവത്തിന്റെ ആത്മാവ് അവനോട് ശാന്തമായിട്ട് ഒരു ദിവസം രാത്രി പറഞ്ഞു, കുഞ്ഞെ, എന്റെ വേല നീ ചെയ്യണം. അവൻ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ അവിടെ വെച്ച് അവൻ യേശു കർത്താവിനെ അറിയുകയും യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുകയും ഒരു ദൈവ പൈതലായി തീരുകയും രക്ഷിക്കപ്പെടുകയും ചെയ്തു. അപ്പോ ദൈവത്തിന്റെ ശബ്ദം അവൻ കേട്ടു, നീ എന്റെ വേല ചെയ്യണം. അവന്റെ ഏറ്റവും അടുത്ത ചില പ്രിയപ്പെട്ടവർ അവനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, വില്യം ബൂത്ത്. ആരായിരുന്നു? അറിയാമോ? വില്യം ബൂത്തിനെ അറിയാമോ? നമ്മുടെ വീടിന്റെ അടുത്തെങ്ങാനും ഉള്ളവരാണോ? അല്ല, നമ്മുടെ അടുത്തെങ്ങും വില്യം ബൂത്ത് ഇല്ല. അപ്പോ സാൽവേഷൻ ആർമി കേട്ടിട്ടുണ്ടോ? സഭ, അതിന്റെ തുടക്കക്കാർ, അത് തുടങ്ങിയത് വില്യം ബൂത്ത്. തുടങ്ങിയ ആളുടെ പേരാ വില്യം ബൂത്ത്. അപ്പൊ ഈ പയ്യനോട് പറഞ്ഞു, നീ വില്യം ബൂത്തിന്റെ അടുക്കൽ ചെന്നാൽ പറയണം, എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണം, അതിന് എന്തെങ്കിലും ഒരു ജോലി എനിക്ക് തരണം. ഇവനത് കേട്ടോണ്ട് അവിടെ പോയി. അന്നത്തെ ഈ സായിപ്പന്മാരുടെയൊക്കെ ജനല്, കഥക്, മെയിൻ കഥമൊക്കെ ഇങ്ങനെ പടി വെച്ച് അകത്തുനിന്ന് ഇങ്ങനെ ക്രോസ് ഒരു പടി വെച്ച് ഇങ്ങനെ താക്കുമ്പോൾ അതിങ്ങനെ പൊങ്ങും. അതിന്റെ ഇടയ്ക്കൂടെ വെളിയിലാരാ വന്ന് നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? പിന്നെ ഇവിടെ ഒക്കെ കാണുമായിരിക്കും. അപ്പോ അങ്ങനെയുള്ള വില്യം ബൂത്ത് അകത്ത് ഇവൻ ചെന്ന് കൊട്ടി. അപ്പോ വില്യം ബൂത്ത് അകത്തോട്ട് ആരാ കൊണ്ടുവന്നെ? അപ്പൊ ഇങ്ങനെ തുറന്നു നോക്കി, ഒരു പരിചയമില്ലാത്ത, വലിയ സുമുഖനൊന്നുമല്ല, കാണാനൊന്നും കൊള്ളത്തില്ല, ഒരു പയ്യൻ അവിടെ വന്ന് നിൽക്കുന്നു. അവന് തിരിച്ചടച്ചും പോയി. കുറെ കഴിഞ്ഞപ്പോൾ വീണ്ടും അവൻ കുട്ടി. വീണ്ടും ഇദ്ദേഹം വന്നു നോക്കിയപ്പോ ഇവൻ തന്നെയാ. എന്ന് പറഞ്ഞു. പിന്നെ മൂന്നാമതും പൊട്ടി. മൂന്നാമതും ഈ മനുഷ്യൻ വന്നു. ദേഷ്യപ്പെട്ട് ആ കഥവ് തുറന്നിട്ട്, നിനക്ക് എന്താ വേണ്ടത്? കുറച്ചു നേരം ഉണ്ടല്ലോ. അപ്പൊ പറഞ്ഞു, എനിക്ക് ദൈവത്തിന്റെ വേല ചെയ്യണം, അതിന് ഈ ശുശ്രൂഷയിൽ എന്തെങ്കിലും ഒരു ജോലി എനിക്ക് തരണം. ഇവന് കൊടുക്കാനുള്ള ജോലി എന്തോ ഇവിടെ ഉള്ളത്? അങ്ങനെ ഒരുത്തന് ഓടി വന്നാൽ ജോലി കൊടുക്കാനുള്ള സ്ഥലമാണോ ഇത്? അപ്പോ വില്യം ബൂത്ത് പറഞ്ഞു, പെട്ടെന്ന് ഒരു ഐഡിയ, ഇതാ ആ മുറി അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഒരു ചെറിയ മുറിയെ ബുഡുസുകുമ, ആ മുറി നിന്റേതാ ഇനി മുതൽ. ആ മുറി എന്താണെന്നറിയാമോ? അവിടുത്തെ ഒത്തിരി നിലകളുള്ള ഒരു ഓഫീസാണ്. ഇവിടെ ജോലി ചെയ്യുന്ന, ഓഫീസിൽ ജോലി ചെയ്യുന്ന എല്ലാവരും ഷൂ ഒക്കെ ഇട്ടിട്ട് വരുമ്പോൾ ഈ ഷൂ ഒക്കെ ഊരിയിടുന്ന മുറിയാണ്. അവരിട്ടുകൊണ്ട് വരുന്ന ജാക്കറ്റ് ഒക്കെ ഊരിയിടുന്ന മുറിയാണ്. ആ ഷൂ ഊരുന്നതിന്റെ കൂട്ടത്തിൽ അവരുടെ സോക്സ് ഊരി അവിടെ കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ഒരു മുറിയുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. നല്ല സ്മെല്ലായിരിക്കും അല്ലേ? അങ്ങനെയുള്ള ഒരു കൊച്ചു മുറി കാണിച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ മുറി. എല്ലാ ദിവസവും ജോലിക്കാർ വന്നാൽ ഷൂ ഇട്ടിട്ട് പോകും. അവർ തിരിച്ച് ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നീ ആ ഷൂ എല്ലാം പോളിഷ് ചെയ്ത് ക്ലീൻ ആക്കിയിടണം. എന്ത് വലിയൊരു ജോലി! നിന്റെ ഭക്ഷണം അവിടെ വരും. അങ്ങനെ നാറ്റം വമിക്കുന്ന ഒരു മുറിയിൽ 16, ഞാൻ ചുരുക്കമായിട്ട് പറയുക, 16 വർഷം അവൻ ജോലി ചെയ്തു. നമ്മളന്ന് ചെയ്യുവോ? നീ പോടാന്ന് പറയല്ലേ? നിന്റെ ജോലിക്കാരുടെ ഷൂ ഊരിയിടുന്ന മുറിയില്ല. എന്നാൽ ആ ഷൂ അവിടെ കിടക്കട്ടെ, നീ മാറി ഇരുന്ന് ചെയ്യാൻ പറഞ്ഞില്ല. അവിടെ നീ താമസിച്ചോണം, നിന്റെ ഭക്ഷണം അവിടെ തരും, അത് നിന്റെ മുറി. നീണ്ട 16 വർഷം ഇദ്ദേഹം അവിടെ ജോലി ചെയ്തു.
16 വർഷമായപ്പോൾ എല്ലാ വർഷവും ഇവരുടെ വാർഷിക കൺവെൻഷൻ ഉണ്ട്. 50,000 പേരെങ്കിലും വന്നുകൂടുന്ന കൺവെൻഷനാണ്. അപ്പൊ ആ വർഷം കൺവെൻഷൻ 8 ദിവസം കൺവെൻഷൻ, ഞായർ ടു ഞായർ. അപ്പോ ഓരോ ദിവസം കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രഗത്ഭരായിട്ടുള്ള പ്രസംഗകരാ. അതിന്റെ അവസാന ദിവസത്തെ പ്രസംഗകൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് ആളാണ്. അന്ന് വലിയൊരു ആഹ്വാനമൊക്കെ കൊടുക്കണം, കർത്താവിന്റെ രണ്ടാമത്തെ വരവൊക്കെ പറയണം. അതൊക്കെയാ വെപ്പ്. അന്നത്തെ കാലം. ആ വർഷം 6-ാമത്തെ ദിവസത്തെ മീറ്റിംഗ് കഴിഞ്ഞു. 7ഉം 8ഉം 2 ദിവസം കൂടെ ഉണ്ട്. അന്ന് രാത്രിയുണ്ട് ഒരു ടെലഗ്രാം വരുന്നു വില്യം ബൂത്തിന്. 8-ാമത്തെ ദിവസം അവസാന കൺവെൻഷനിൽ, അവസാന മീറ്റിംഗിൽ പ്രസംഗിക്കേണ്ട ആളാണ്. ക്ഷമിക്കണം, എനിക്കന്ന് വരാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ട് അന്നത്തേക്ക് വേറെ ആരെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്യണം. ഒറ്റ ദിവസമേ ഇടയ്ക്കുള്ളൂ. വില്യം ബൂത്ത് ആകപ്പാടെ അങ്ങ് തകർന്നു. അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു. അദ്ദേഹത്തിന് തന്നെ അറിയില്ല ഞാൻ എന്ത് ചെയ്യണം. ദൈവസന്നിധിയിൽ പോയി നെടുപ്പാട് വീണ് കരഞ്ഞു, കർത്താവേ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒത്തിരി ആഗ്രഹിച്ച് അവസാന മെസ്സേജിന് വേണ്ടി ഞാൻ ആക്കിയ പ്രതീക്ഷിച്ച ആള് വരില്ല, ഞാൻ എന്ത് ചെയ്യണം? ആര് ആ സ്ഥാനത്തോട്ട് വരും? ആരെ കിട്ടും? ഈ അവസാന നിമിഷം ആരെ പോയി വിളിക്കും? പ്രഗത്ഭരെ വേണം. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇവനോട് പറഞ്ഞു, ഒരു പേര് പറഞ്ഞു, സാമുവേൽ എന്ന് പേര് പറഞ്ഞു. സാമുവേൽ ബ്രിങ്കിൾ. സാമുവേൽ ബ്രിങ്കിൾ. അവൻ അവിടെ മുറിക്കാത്തിരുന്ന ഷൂ പോളിഷ് ചെയ്യുന്ന പയ്യനല്ലേ? അവനാണ് ഈ അവസാന കൺവെൻഷൻ പ്രസംഗിക്കാൻ. അതെന്നെ മനസ്സിൽ തോന്നിയതായിരിക്കും. വീണ്ടും അവൻ കരയാൻ തുടങ്ങി. വില്യം ബൂത്ത് വീണ്ടും ശബ്ദം കേട്ടു, സാമുവേൽ ബ്രിങ്കിൾ. ഓ, നേരെ അവന്റെ അടുക്ക് പോയി. ഓ, ഞാൻ പറഞ്ഞാലൊന്നും അവൻ സമ്മതിക്കത്തില്ല. കാര്യം ഇത്രയും വലിയ കൺവെൻഷന് അവൻ പ്രസംഗിക്കുവോ? അവൻ സമ്മതിക്കത്തില്ല, നോ പറയും എന്ന് വെച്ച് ഇദ്ദേഹം അങ്ങോട്ട് ചെന്നു. സാമുവേൽ ബ്രിങ്കിളിനോട് പറഞ്ഞ, നാളെ കഴിഞ്ഞത്തെ കൺവെൻഷനെ നീ ദൈവവചനം പറയണം. കേട്ടത് പാതി കേൾക്കാത്ത പാതി. അവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞോളാം. ഇതുവരെ അവൻ അങ്ങനൊന്നും ചെയ്യുന്നത് വില്യം ബൂത്ത് കണ്ടിട്ടില്ല. ഓ, ഞാൻ പറഞ്ഞോളാം. ഓക്കെ, എന്താ ചെയ്യുക? അവനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, അവിടെയുള്ള നിനക്ക് പാകമാകുന്ന ഒരു ഷൂ എടുത്തിടണം. ഈ അവിടുത്തെ ആളുകളെ, പ്രത്യേകിച്ച് ഇവിടുത്തെ സാൽവേഷൻ ആർമിയിലെ ജോലിക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ആകാരമുള്ളവരാണ്. എന്ന് പറഞ്ഞാൽ ഉയരവും മണ്ണൊക്കെയുള്ള ആളുകളാണ്. അവരുടെ ഷൂ എന്ന് പറഞ്ഞാൽ വലിയ ഷൂവാണ്. അപ്പൊ ഈ പയ്യനെ അവനെടുത്തിട്ട് ആ വലിയ പാള പോലെ വള്ളം പോലിരിക്കും. അപ്പം പറഞ്ഞു, ഏതെങ്കിലും ഒരെണ്ണം നിനക്ക് പാകമാവുന്ന എടുത്തിട്. പിന്നെ അവിടെ ജാക്കറ്റൊക്കെ കിടപ്പുണ്ട്, അതും എടുത്തിടാം. ജാക്കറ്റും അതുപോലെ തന്നെ ഇവനെങ്ങാണ്ട് ജാക്കറ്റ് ചേരുവോ? ഏതായാലും ഒപ്പിച്ച് വലിയൊരു വള്ളം പോലുള്ള ഒരു ഷൂ എടുത്തിട്ട് ഒരു ജാക്കറ്റും എടുത്തിട്ട് ഇപ്പം വലിയ ഗവ ഇങ്ങനെ പോവാ. ചെന്ന് സ്റ്റേജിൽ കയറി. ലാസ്റ്റ് ഡേ ആയി. സ്റ്റേജിൽ കയറി അവനവിടെ ഇരുന്നു. പ്രസംഗത്തിന്റെ സമയമായി. ഇവൻ എഴുന്നേറ്റു. ഇവനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സാമുവേൽ ബ്രിങ്കിളാണ് നമ്മൾ സംസാരിക്കുന്നത്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. ഇവൻ എഴുന്നേറ്റ് നിന്നു. 5 മിനിറ്റ് ഒരു പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചു. പുൾപിറ്റിൽ ഇങ്ങനെ കയറി നിന്ന് 5 മിനിറ്റ് ഒരു പ്രാർത്ഥന. അപ്പോ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഇവൻ കണ്ണു തുറന്ന് നോക്കിയപ്പോ 50,000 പേരിരിക്കുന്ന വലിയൊരു ഓഡിറ്റോറിയത്തിൽ മുഴുവൻ പ്യൂസ, നല്ല നിരനിരയായിട്ടുള്ള ബെഞ്ചുകൾ ഇങ്ങനെ നിര അറേഞ്ച് ചെയ്തിട്ടിരിക്കുക. നോക്കിയപ്പോ ഒരൊറ്റ മനുഷ്യനില്ല. 50,000 പേരിരുന്ന സ്ഥലമാണ്. 5 മിനിറ്റ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ഒരു മനുഷ്യനെയും കാണാനില്ല. ഇവൻ വിചാരിച്ചു, ദൈവമേ, ഞാൻ 5 മിനിറ്റ് പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് ഇവരെല്ലാം പോയി. ഇങ്ങനെ നിന്നവൻ ഒരല്പം മാറി ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നോക്കിയപ്പോണ്ട് ആ പ്യൂവിന്റെ അടിയിൽ ഒരു കാല് കാണും. ആരാണ്ട് ഒരുത്തനുണ്ടല്ലോ. അല്പം കൂടെ നോക്കിയപ്പം പുറകിലും കാലുണ്ട്. എന്താ സംഭവിച്ചെന്നറിയാമോ?
ജനം ഈ 5 മിനിറ്റത്തെ പ്രാർത്ഥനയുടെ നടുവിൽ പാപബോധമുള്ളവരായി നെടുമ്പാട് വീണ് കരയുകയാണ്. അവരാ ഇരിപ്പിടത്തിൽ താഴെ വീണ കരയുക. അതവിടെ നിൽക്കട്ടെ. അവരെല്ലാം കയറിയിരുന്നു, വചനം പറഞ്ഞു. വില്യം ബൂത്തോ അന്നത്തെ സാൽവേഷൻ ആർമിയുടെ നേതാക്കന്മാരോ കണ്ടിട്ടില്ലാത്ത വലിയൊരു തീരുമാനത്തിന്റെ, സമർപ്പണത്തിന്റെ രാത്രിയായിരുന്നു ആ രാത്രി. ഒരു കൊച്ചു മനുഷ്യൻ, അവന്റെ ആഗ്രഹം, അവന്റെ ഹൃദയം എന്തിനു വേണ്ടിയായിരുന്നു? എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണം, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, കർത്താവിന് വേണ്ടി നിനക്ക് ഏറ്റവും നന്നായി ചെയ്യാവുന്നൊരു കാര്യം, ആരോടും നീ അനുവാദം ചോദിക്കണ്ട, നിന്റെ വീട്ടിലിരുന്ന് നിനക്ക് ചെയ്യാം. ദൈവസന്നിധിയിൽ ദേശത്തിനു വേണ്ടി നെടുമ്പാട് വീണ് കരയുക. നീ ഒരു മധ്യസ്ഥനായി നിൽക്കുക, നീ ഒരു ഇടിവിൽ നിൽക്കുക. ജനത്തിനും ദൈവത്തിനും മധ്യേ ദേശത്തിന്റെ മ്ലേച്ഛതയ്ക്ക് വിപരീതമായി ദൈവസന്നിധിയിൽ കരയുക, കണ്ണുനീരൊഴുക്കുക. ദൈവം നിന്നെ അടയാളപ്പെടുത്തും. ദൈവം നിന്നെ, നമ്മളിപ്പോ പറയത്തില്ലേ, സ്കെച്ച് ചെയ്യാന്ന് പറയത്തില്ലേ, ദൈവം നിന്നെ സ്കെച്ച് ചെയ്തോളൂ പോസിറ്റീവായിട്ട്. നിന്റെ നെറ്റിയിൽ അടയാളം. അത് മതി. ഒരു ശത്രുവും നിന്റെ നേരെ നിൽക്കത്തില്ല. നിന്റെ വാക്കുകൾക്ക് മൂർച്ച കൂടും, നിന്റെ വാക്കുകൾക്ക് വെയിറ്റ് കൂടും, കനം കൂടും. നീ പറയുന്ന കാര്യങ്ങൾ ദേശം അംഗീകരിക്കും, ദേശം അതിനോടൊപ്പം നിൽക്കും. നിങ്ങൾക്കറിയാമോ, സാമുവൽ ബ്രിങ്കിൾ വില്യം ബൂത്തിന് ശേഷം സാൽവേഷൻ ആർമിയെ നയിച്ച ഏറ്റവും ടോപ്പ് ആളായിട്ട് ആരാ? അവന്റെ തുടക്കം ഒന്ന് ചിന്തിച്ചേ. നീണ്ട 16 വർഷം അവൻ സഹിച്ചതൊന്ന് ചിന്തിച്ചേ. ഒരുപക്ഷെന്നുണ്ടെങ്കിൽ ഇന്നത്തെ നാം കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകൾ നാളത്തെ വലിയൊരു നന്മയുടെ തുടക്കമാണെന്ന് ഓർത്തോ. അതുകൊണ്ട് നമുക്ക് ഒരു തീരുമാനം എടുക്കാം. കർത്താവേ, ഞാൻ എൻ്റെ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ തയ്യാറാണ്. ആരാ ഒരു മധ്യസ്ഥൻ? ദൈവത്താൽ അടയാളം ഇടപെട്ടു. കർത്താവേ, ആ അടയാളവുമായിട്ട് മുന്നേറുവാൻ, ആ അടയാളമുള്ളവനായി മുൻപോട്ട് പോകുവാൻ, കർത്താവിന് വേണ്ടി എന്തും ഏതുമായി തീരുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് നമുക്കൊന്ന് സമർപ്പിക്കാം. ഇന്ന് കേട്ട വചനത്തിനുണ്ട് പുരോഹിതന്മാർ, പ്രവാചകന്മാർ അവരൊരുമിച്ച് കൈകോർത്ത് അവരുടെ ലാഭത്തിനു വേണ്ടി അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. പ്രവാചകന്മാർ അവർക്കിഷ്ടമുള്ള പോലെ പ്രവചിക്കുന്നു, സത്യമല്ലാത്തത് പ്രവചിക്കുന്നു. എൻ്റെ ജനത്തിനത് ഇഷ്ടമാവും. എന്നാൽ ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? അതായിരിക്കണം ഇന്നത്തെ ചോദ്യം. കർത്താവേ, ഒടുവിലത്തെ ഒരു നാളുണ്ട്. അന്ന് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ഇതിനെന്തോ മറുപടി പറയും. വചനം കേട്ടോ? ദൈവവചനം കേട്ടോ? എത്ര പേര് ഉറങ്ങിയിരുന്നു? കയ്യൊന്ന് ഉയർത്തിക്കുക. ഉറങ്ങിയവരൊക്കെ കയ്യൊന്ന് ഉയർത്തിക്കുക. ആരും ഉറങ്ങിയില്ലേ? എന്നാൽ എല്ലാവരും തീരുമാനമെടുത്തോ. എന്തിന്? യേശുവിന്റെ നാമത്തിൽ. അങ്ങനെയാണോ പറഞ്ഞത്? ദേശത്തിന് വേണ്ടി ചുമ്മാ പ്രാർത്ഥിച്ച പോരാ. പ്രാർത്ഥന എന്നുള്ളത് നമ്മുടെ ഒരു സ്ഥിരം വാക്കാണല്ലോ. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയല്ല, ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കണം. ഇടിവിൽ നിൽക്കുക, അത് മലയാളത്തിലുള്ള ഭാഷയാ. മധ്യസ്ഥത ചെയ്യണം, ഒരു ഇന്റർസെസറായി തീരണം. ദേശത്തിന് മ്ലേച്ഛത കാണുന്ന കണ്ണായിരിക്കണം നമ്മുടെ കണ്ണ്. ആ കാഴ്ച കണ്ട് അതിനുവേണ്ടി കരയുന്ന കണ്ണായിരിക്കണം നമ്മുടെ കണ്ണ്. ആ കണ്ണിന്റെ മുകളിലോട്ട് നെറ്റിയിൽ ദൈവം ഒരു വര വരയ്ക്കും. അവിടെയാണ് നമ്മുടെ അനുഗ്രഹം. ഇന്ന് രാത്രിയിൽ നമ്മൾ ആ വര ഉള്ളവരായി തീരണം. ഒരുപക്ഷെ ഇന്ന് രാത്രിയിൽ ആ വര വരച്ചുകൊണ്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട്. ഈ വർഷത്തെ കൺവെൻഷൻ അതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സംഭവം. ദൈവം നമ്മുടെ നെറ്റിയിൽ അടയാളമിട്ടു. ദൈവം നമ്മുടെ നെറ്റിയിൽ ഒരു വര
വരച്ചു. ആ വരയുമായി ദേശത്ത് കുറുകയും നെടുകയും നടന്ന് ദേശത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ദൈവം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് മുതൽ ആ ഒരു ഉടമ്പടിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവിനോടൊപ്പം നമുക്ക് മുൻപോട്ട് പോകാം. അതിന് ഈ തീരുമാനവുമായി മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ.